ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള സാരികളാട്ടോ. അതായത് നമ്മൾ ടസറിൽ വന്നിരിക്കുന്നു, അതുപോലെ ആപ്ലിക് വർക്ക് ഇത് ഫുള്ളതെ. അപ്പോൾ ഇതിൻ്റെ പല്ലുവിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നത്. സൈഡ് സ്കാലപ്പ് വർക്കുമായിട്ട് പല്ലു പോർഷൻ ഫുള്ളായിട്ടും ആപ്ലിക് വർക്ക്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ആപ്ലിക് വർക്ക് ഇങ്ങനെ വരുന്നു. ലോവർ പോർഷൻ പ്ലെയിൻ ആയിട്ട്, അതുപോലെ ഈ സ്കാലപ്പ് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ബ്ലൗസ് പീസിലും ആ സ്കാലപ്പ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3059. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ്, അതുപോലെ റേറ്റ് ഇതിലും കുറഞ്ഞ ടൈപ്പ് ഈ ആപ്ലിക് വർക്ക് ഉള്ളത് വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഫ്ലവേഴ്സ് ഏകദേശം ഒരുപോലെയാണ്. പിന്നെ അതിൻ്റെ ആ ഡിസൈനുകളിലുള്ള ഡിഫറൻസാണ് റേറ്റിലും വേരിയേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. നല്ലൊരു ചില്ലി റെഡിൽ ആപ്ലിക് വർക്ക്, ഇത്ര ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ ആപ്ലിക് വർക്ക് തന്നെയാണ് കേട്ടോ ഇതിനെ അധികം ഹൈലൈറ്റ് ചെയ്യുന്നതും. അതുപോലെ ഇതിൻ്റെ ആ ആപ്ലിക് വർക്കുകൾ പല്ലു ഫുള്ളായിട്ടും വന്നിരിക്കുന്നു, ബോഡി പാർട്ടും വന്നിരിക്കുന്നു. നമുക്ക് വൺ ലെയറായിട്ട് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. വളരെ സോഫ്റ്റാണ്. ഇത് കണ്ടോ, ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ ട്രാൻസ്പെറൻറ്റും അല്ല. സൈഡിൽ സ്കാലപ്പ് വർക്കുകൾ വന്നിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ള് വരുന്നത്. മൊത്തം ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് വരുന്നത്. അത്ര കാണാവുമെന്ന് എനിക്കറിയില്ല. നമുക്കത് നല്ല ബോഡി ഷേപ്പിന് ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു സാരി. 3059 ഇതും വരുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ ചില്ലി റെഡാണ് കേട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണിത് ഓൾ ഓവർ വരും. നമുക്ക് ചെറിയ പ്ലീറ്റായിട്ടും അതുപോലെ വൺ പ്ലീറ്റായിട്ടും ഇങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാം. ഇതൊരു റാണി പിങ്കിനോട് സാമ്യമായിട്ടുള്ളൊരു ഷെയ്ഡായിട്ട് വരും. ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആപ്ലിക് വർക്കുകൾ വരിക. ഇതാണ് ഇതിൻ്റെ ഉൾവശം കണ്ടോ. സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. നല്ല പെർഫെക്ഷനുള്ള ഡിസൈനുകളും. പല്ലുവിൽ ഫുള്ളായിട്ട് ഈ ഡിസൈൻ അങ്ങ് വരുന്നു, അതുപോലെ ബോഡി പാർട്ടിൽ. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. നല്ലൊരു ഷെയ്ഡും. ഈ ക്രിസ്മസിനൊക്കെ റെഡ് നല്ലൊരു ഷെയ്ഡിൽ തന്നെയല്ലേ വരികയും. ഇങ്ങനെ വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. പിന്നെ വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ സ്കാലപ്പും വരുന്നുണ്ട്. റേറ്റ് 3059 തന്നെ. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരിയുടെ സെയിം കളറ്, പക്ഷേ ഇതിൻ്റെ ഫ്ലവറിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിമാണ്. ഞാൻ വിടർത്തുന്നില്ല കേട്ടോ. റേറ്റും സെയിമാണ്, 3059. ഇത് തന്നെ മോഡൽ ഇത് തന്നെ. പിന്നെ ആ ഫ്ലവറിൽ മാത്രം സ്വല്പം ഡിഫറൻസ്. ഇതൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് ഇതിന് ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ആപ്ലിക് വർക്ക് വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ റേറ്റിന് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2669 ഇത് വന്നിരിക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു, അതുപോലെ ലോവർ പോർഷനിലുള്ള ഇത് കണ്ടോ, ഈ ആപ്ലിക് വർക്ക് ഇങ്ങനെ ലോവർ പോർഷനിലും വന്നിരിക്കുന്നു. നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. നമുക്കിത് വൺ ലെയറായിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇതുണ്ടോ, ലോവർ പോർഷനിൽ ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. അടിയിലൊരു സ്ലീവിൻ്റെ എൻഡിലൊരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ സ്കാലപ്പ് വർക്കാണ് വരിക. അതുപോലെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളും ഇതിന് വരുന്നുണ്ട്. ഇതൊരു ചില്ലി റെഡാണ്, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ ഇതുപോലെ തന്നെയാണ്.
അതുകൊണ്ട് ഞാനത് ഇവിടെ അർത്തുന്നില്ല. റേറ്റ് വരുന്നത് 2669 കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് വർക്ക് വരിക. ലോവർ പോർഷനിൽ ഈ വീതിക്ക് തന്നെ ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകൾ ഇതിലും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ടസറിലാണ് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ് കേട്ടോ ഈ മെറ്റീരിയൽ. ലൈറ്റ് വെയ്റ്റാണ്. നമുക്ക് നല്ല വെയർ ചെയ്യാൻ, നല്ല ബോഡി ഷേപ്പിൽ നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു സാരിയും കൂടിയാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് 3ാമത്തെ ഡിസൈനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ 2 സൈഡിലും ആപ്ലിക് വർക്ക്. ബ്ലാക്കിൽ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. ഈ സൈഡിലും വരുന്നുണ്ട്, ഈ സൈഡിലും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. കണ്ടോ, ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. 2849 ഈ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ കണ്ടോ, ഫുള്ളായിട്ടും ആ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ആ സ്കാലപ്പ് വർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇത് ചില്ലി റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ആപ്ലിക് വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാട്ടോ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ചെറിയ പ്ലീറ്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ചെറിയ പ്ലീറ്റഡ് ആയിട്ടും വെയർ ചെയ്യാം. 1 ലെയറായിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാം. ട്രാൻസ്പെറൻ്റ് അല്ല സാരി. 2849 ഇത് വന്നിരിക്കുന്നത്. ഇപ്പം ഈ കളറുകളിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ കോളിൽ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയുള്ളൂ കേട്ടോ. കാരണം ചില കളറുകൾ നമുക്ക് ഫോണിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നാം. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കാൻ മാക്സിമം എനിക്ക് ഇങ്ങനെയല്ലേ ഇത് ഇത്രയും ഞാൻ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കളറ് ചില്ലി റെഡ് എന്ന് ഞാൻ പറഞ്ഞത്, ഈ ചില്ലി റെഡ് നിങ്ങളുടെ മനസ്സിൽ കാണണമെന്നില്ല. അങ്ങനെ ഒരു കുഴപ്പവും വരും. അതുകൊണ്ടാണ് ചിലരുടെ മാത്രം കേട്ടോ. എനിക്ക് കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുക. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. വളരെ സോഫ്റ്റായിട്ട് നല്ല ബോഡി ഷേപ്പിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാവുന്ന ഒരു സാരി. നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വെയർ ചെയ്യാവുന്ന സാരി. ഒരു വൈൻ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൽ ആപ്ലിക് വർക്ക് വരുന്നത്. 2849 ഈ സാരി വന്നിരിക്കുന്നത്. സൈഡ് നല്ല ഭംഗിയായിട്ട് തന്നെ സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഇതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ബോഡി പാർട്ടിൽ. 2 സൈഡിലും. ഈ സൈഡിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പ്ലീറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. വിത്ത് ബ്ലൗസ്. ഞാൻ വൈറ്റിൻ്റെ ആപ്ലിക് വർക്കിൻ്റെ ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു കളറിൽ ആപ്ലിക് വർക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, അതുപോലെ റെഡിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടായിരിക്കും. കാരണം അതെല്ലാം ഞങ്ങൾ ഈ തവണ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആപ്ലിക് വർക്കിൻ്റെ ഒരു ട്രെൻഡ് തന്നെയാണല്ലോ ഇപ്പം. ഇങ്ങനെയാണ് ഇത് വരിക. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ. ബ്ലാക്കിൽ റെഡ് ആപ്ലിക് വർക്ക്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പല്ലുവിൽ സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ഫുള്ളായിട്ടും ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. 3059 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ഇനി പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങോട്ട് പ്ലെയിനായിട്ട് തന്നെ കേട്ടോ വരിക. ബ്ലൗസ് പീസും പ്ലെയിനായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൻ്റെ 2 സൈഡിൽ ഇവിടം വരെ വരുന്നുണ്ട് ഈ ബോഡി പാർട്ടിൽ ഇത്രയും, പിന്നെ ലോവർ പോർഷനിലും
ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ആപ്ലിക് വർക്കുകളാണ് കാണിച്ചിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡിൽ. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.